ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം അടിച്ചിറയിലുള്ള പ്രീമിയർ ഹോണ്ട ഷോറൂമിലാണ്. സോ എന്തൊക്കെയാണ് ഓണം ഓഫേഴ്സ്? നമ്മളിന്ന് മെയിനായിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ട അമേസ് ആണ്. സോ ഈ വണ്ടിക്ക് ഓണം പ്രമാണിച്ച് കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് 360 ഡിഗ്രി ക്യാമറ ഇവർ ചെയ്തു തരും. അതുപോലെ 73,000 രൂപ വരെയുള്ള ഓഫേഴ്സാണ് വന്നിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാം. ഹോണ്ട അമേസ് 3 വേരിയൻസ് ആണ് ടോട്ടലി വരുന്നത്. സോ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയ ZX, പിന്നെ അതിന് തൊട്ട് താഴെ VX ആൻഡ് ബേസ് മോഡൽ V, ഇങ്ങനെ 3 വേരിയൻസ് ആയിട്ടാണ് വണ്ടി വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയ VX എന്ന് പറയുന്ന വേരിയൻ്റാണ്. സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് DR ഇവിടെ അവൈലബിൾ ആണ്. DR LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. സോ ഹ്യൂജ് ആയിട്ട് എലിവേറ്റിനൊക്കെ വരുന്ന അതേ ഗ്രില്ല്, ആ ഒരു ഹ്യൂജ് ഗ്രില്ല്, ബോൺ സൈസ് ഒക്കെ നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ഒരു ഹ്യൂജ് ഗ്രില്ല് നമുക്ക് കാണാം. താഴേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ LED ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിലുള്ള അതേ രീതിയിൽ തന്നെ മിഡ് വേരിയൻ്റായി ഈ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ബ്ലാക്ക് ഡിസൈനും കാണാം. താഴേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്യാനുള്ള സ്പേസ് കാണാം. ഹോണ്ടയുടെ ഒരു ലോഗോ കാണാം. ക്രോമിയത്തിൻ്റെ ഒരു ഫിനിഷും ഫ്രണ്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 173 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഫ്രണ്ട് ലുക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ഫീൽ നമുക്ക് ഫ്രണ്ട് ലുക്കിൽ കിട്ടുന്നുണ്ട്. ആകെയുള്ളൊരു വ്യത്യാസം നമുക്ക് അഡാസിൻ്റെ ഒരു ക്യാമറ അസിസ്റ്റ് വരുന്നില്ല ഈ മോഡലിന്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സൈഡ് ലുക്കിലേക്ക് വരികയാണെങ്കിൽ അലോയ്സ് വന്നിട്ടുണ്ട് ഈ വേരിയൻറ്റിൽ. അപ്പോൾ അലോയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൽ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്. ഇതിപ്പം മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് സിംഗിൾ സിൽവർ ഫിനിഷ് ആയിട്ടുള്ള ഒരു സിംഗിൾ ടോൺ അലോയ് വീലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ വരികയാണെങ്കിൽ 185/60 R15 ഡയമെൻഷനാണ് വരുന്നത്. സോ അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ സൈഡിൽ നമുക്കിവിടെ ലെയിൻ വാച്ച് അസിസ്റ്റ് ക്യാമറ കാണാം. ORVMC തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് സെൻസർ കാണാം. സോ അങ്ങനെയൊക്കെയാണ് സൈഡ് ലുക്ക് വരുന്നത്. അപ്പോൾ ബാക്ക് ലുക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് ലുക്കിൽ നമുക്ക് IVTECൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അമേസ് ഒരു കൂളായിട്ടുള്ള ഫോണിൽ അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നടുക്ക് നമുക്കൊരു ലോഗോ വരുന്നുണ്ട്. സോ ടെയിൽ ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ പാർക്ക് ലൈറ്റ് LED ആയിട്ട് വരുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റ്സും LED ആണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ റിവേഴ്സ് ലൈറ്റും വരുന്നത് നോർമൽ ആയിട്ടുള്ള ബൾബാണ്. മെയിനായിട്ട് നമുക്ക് പറയാനുള്ളൊരു റിവേഴ്സ് ക്യാമറ അവിടെ ഉണ്ട് ബാക്കിൽ. താഴെ 2 സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ റിഫ്ലക്റ്റേഴ്സും വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റും ഉണ്ട്. സോ മുകളിൽ നമുക്ക് കാണാവുന്നത് ഷാർക്ക് ഫിൻ ടൈപ്പ് ആൻറ്റീനയാണ്. ഇനി നമുക്ക് ഹുഡ് എന്തോ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ വണ്ടിയുടെ എൻജിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ 4 സിലിണ്ടർ IVTEC SOHCയുടെ ഒരു എഞ്ചിനാണ്. ഇന്ന് വാട്ടർ കൂൾ ടൈപ്പ് എഞ്ചിനാണ്. അപ്പോൾ 1199 cc എഞ്ചിനാണ് വരുന്നത്. സോ 1.2 ലിറ്റർ. പിന്നെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 90 PS പവറാണ്. അതുപോലെ ടോർക്ക് 110 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കമ്പനി ക്ലെയിം ചെയ്തത് 19.4 CVTയിലും അതുപോലെ 18.6 മാനുവൽ ട്രാൻസ്മിഷനിലുമാണ്. സോ റിയൽ ലൈഫിൽ ഒരു 15 to 16 ആ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എഞ്ചിൻ എടുത്തു പറയേണ്ടത് ഈ എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റിഫൈൻഡ് എഞ്ചിനാണ്, 4 സിലിണ്ടർ. സോ വണ്ടിയുടെ കീ ഇതാണ് വരുന്നത്. കീ തന്നെ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വണ്ടി ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അറ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് വണ്ടി റിമോട്ട് ഉപയോഗിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇപ്പോൾ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ അത് പൊങ്ങി വരുന്നതാണ്. ബാക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് 416 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട് ബാക്കിലായിട്ട്. സ്റ്റീൽ വീൽസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അലോയ്സ് ഒന്നും ബാക്കിൽ വരുന്നില്ല. 175/70 R14 ടയർ സൈസ് ആണ് വരുന്നത്. ഡയമെൻഷൻ
വണ്ടിയുടെ ലെങ്ത് വരുന്നത് 319 മില്ലിമീറ്റർ ലെങ്ത് ആണ്. വിഡ്ത്ത് വരുന്നത് 1733 മില്ലിമീറ്റർ ആണ്. സോ പിന്നെ ഹൈറ്റ് വരുന്നത് 1.5 മീറ്റർ ആണ്. ദെൻ വീൽ ബേസ് 2470 മില്ലിമീറ്ററിൻ്റെ വീൽ ബേസും കിട്ടുന്നുണ്ട്. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 35 ലിറ്റർ ആണ്. പിന്നെ നമുക്ക് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് മാക്ഫോർഷൻ സ്റ്റേർട്ടിൻ്റെ കോയിൽ സ്പ്രിംഗ് ആണ്. അതുപോലെ റെയർ സസ്പെൻഷൻ വരുന്നത് ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് റെയർ സസ്പെൻഷൻ. ഇതിപ്പോൾ ഗുഡിയറിൻ്റെ ഒരു ടയറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, ഗുഡിയർ അഷുറൻസിൻ്റെ. സോ ഇനി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് പോയി നോക്കാം. സെൻസേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുൾ ഓപ്ഷൻ വരുമ്പം ഇവിടെ ക്രോമിയം ബാഡ്ജിങ് വരുന്നുണ്ട്. നമുക്ക് ഈ മോഡലിന് ക്രോമിയം വരുന്നില്ല, അത് മാത്രമേ. സോ നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഹോണ്ടയുടെ ഒരു ലോഗോ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ബാക്കി നമുക്ക് സൈഡ് ലുക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബീജിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, സിൽവർ ഫിനിഷ് ഹാൻഡിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഭാഗത്തായിട്ട് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും അതുപോലെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ലോക്ക് അൺലോക്ക് ബട്ടൺ, പിന്നെ 4 ഡോർ പവർ വിൻഡോസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഇങ്ങനെയാണ് എൻജിൻ സൗണ്ട് വരുന്നത്. സോ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഹോണ്ടയുടെ ഒരു ബോഡി വരുന്ന രീതിയിലൊരു ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൻ്റെ ആ ഡിസൈൻ അമേസിൻ്റെ ഒരു ലോഗോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരും. ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 7 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ഇവിടെ വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാവുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, സ്റ്റിയറിംഗിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കൺട്രോൾസ് ആണ്. സോ ഫ്യൂവൽ, ടാക്കോമീറ്റർ, റേഞ്ച്, സ്പീഡ്, ടൈം, അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റിയറിംഗിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കോൾ എടുക്കാം. പിന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു വ്യത്യാസം നമുക്ക് ഫ്രണ്ടിൽ കാണാവുന്നത് ഇവിടെ ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല ഫുൾ ഓപ്ഷൻ നമുക്ക് ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതൊരു CVT മോഡൽ ആയതുകൊണ്ട് നമുക്ക് CVT ഗിയർ ബോക്സ് കാണാം ഇവിടെ. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാർജിങ് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് വരുന്നത് വൈപ്പർ കൺട്രോളാണ് സൈഡിൽ വരുന്നത്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലെയിൻ വാച്ചിങ് ക്യാമറ നമുക്ക് ഓൺ ആക്കി നോക്കാം. സൈഡിലെ ആ ക്യാമറ ഇവിടെ ഓൺ ആക്കി വന്നിരിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡും ഫുള്ള് കാണാവുന്ന രീതിയിൽ ക്യാമറ ഉണ്ട്, അത് നമുക്ക് ഓഫ് ആക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് റിവേഴ്സ് മോഡിലേക്ക് ഇടുകയാണെങ്കിൽ റെയർ ക്യാമറ ഓൺ ആയിരുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, ആ രീതിയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാവുന്നത് 12 വാട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റ് ഇവിടെ കാണാം. സോ ഇവിടെ USB 2 പോർട്ടും ഉണ്ട്. പിന്നെ ഇത് നമുക്ക് വരുന്നത് വയർലെസ് ചാർജർ ഓണും ഓഫും ആക്കുന്നതാണ്. ഇവിടെ കാണുന്നത്. പിന്നെ നമുക്കിവിടെ സ്റ്റോറേജ് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് സൈഡിൽ. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസും അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ആംബ്രസ്റ്റ് ഒന്നും ഇവിടെ വരുന്നില്ല, പിന്നെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ നല്ല ക്യൂഷനിങ് ഉള്ള സീറ്റ് കാണാം. ബേജ് ഫിനിഷിൽ ഫാബ്രിക്കാണ് സീറ്റ് വരുന്നത്. സോ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ്സ് ഒന്നും വരുന്നില്ല, അല്ലാതെ തന്നെ മിറർ വരുന്നുണ്ട്. റീഡിംഗ് ലൈറ്റ് ബൾബ് തന്നെ. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റെയർ വ്യൂ മിറേഴ്സ് ഇവിടെ കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മിറേഴ്സ് വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ ഇത്രയും ഫീച്ചേഴ്സാണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് വേരിയൻസിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് 2 സൈഡിലായിട്ട്. ഡിസ്പ്ലേയിൽ കൂടുതൽ ഫീച്ചേഴ്സ്
ബ്ലൂടൂത്ത് കണക്ഷൻ ചെയ്യാം, അതുപോലെ ഡയൽ പാഡ് ചെയ്യാം, നമുക്ക് ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഫീച്ചേഴ്സൊക്കെ കിട്ടും. അത്രയും കാര്യങ്ങളാണ്. 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. ടെമ്പറേച്ചർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ അതുപോലെ എല്ലാം ഡിജിറ്റലി തന്നെ ആയിട്ടാണ് വരുന്നത്. ഡിജിറ്റലി ആണ് പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത്. സോ അനലോഗ് ആയിട്ട് നമുക്കിവിടെ സ്പീഡോമീറ്റർ വരുന്നുണ്ട്. ബാക്കി ഇതൊക്കെ ഡിജിറ്റലി തന്നെയാണ് വരുന്നത്. ഇവിടെ ഡിജിറ്റൽ സ്പീഡും കാണിക്കുന്നുണ്ട് ഡിജിറ്റലി. പിന്നെ നമുക്ക് പറയാവുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ്. അത്രയും കാര്യങ്ങളാണ് ഇനി ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് റെയർ സീറ്റിലേക്ക് പോയി നോക്കാം. റെയർ സീറ്റിലെ കംഫോർട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. വൈഡായിട്ട് തന്നെ തുറക്കുന്ന ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ വെക്കാനായിട്ട്. സിൽവർ ഫിനിഷുള്ളൊരു ഡോർ ഹാൻഡിൽസ് കാണാം. പിന്നെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തന്നെ സീറ്റ്സ് വന്നിട്ടുണ്ട്. ക്യൂഷനിങ് ഒക്കെ സപ്പോർട്ടീവ് ആണ്. ആം റെസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. നമുക്ക് 3 പേർക്ക് സുഖപ്രദമായിട്ടിരിക്കാവുന്ന സ്പേസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് 3 പേർക്കും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലി ഹെഡ് റെസ്റ്റ് 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡ് കാട്ടൻ എയർ ബാഗ്സ് ഇവിടെ വരുന്നുണ്ട്. ടോട്ടലി നമുക്ക് വണ്ടിക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ബാക്കിലും AC വെൻസ് വരുന്നുണ്ട്. താഴെ പവർ ഔട്ട്ലെറ്റും നമുക്ക് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് താഴെ പറ്റും. പിന്നെ പറയാനുള്ളത് ഇവിടെ കോ പാസഞ്ചർ സീറ്റ്സിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ 4 സൈഡിലും നമുക്ക് ഹാൻഡ് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈവറിൻ്റെ സൈഡിലും അത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. സ്പേസ് 3 പേർക്കും നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റും. ആമ്പിൾ സ്പേസ് ആണ്. പിന്നെ നമുക്കിവിടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രൈവർ സീറ്റിൽ വരുന്നുണ്ട്. സൈഡ് എയർ ബാഗ്സിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. 6 എയർ ബാഗ്സ് ഉള്ളത് കൊണ്ടാണ്. ഇനി ഇവിടെ നമുക്ക് ഈ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു സ്വിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട് യു ഷേപ്പിൽ. ഇവിടെ ഒരു ബീജിൻ്റെ ഫിനിഷ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫൈബർ ഫിനിഷ് വന്നിട്ടുണ്ട്. SRS എയർ ബാഗിൻ്റെ ബാഡ്ജിങ് അവിടെ കാണാം. ഒരു കളർ ടോൺ ഇവിടെ നല്ലൊരു കളർ ടോൺ ആയിട്ടാണ്. ഇവിടെ ഒരു ബീജിൻ്റെ ഫിനിഷും അതുപോലെ ബ്ലാക്ക് ഡിസൈൻസ് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം ഹൈ മൗണ്ടഡ് ആയി തന്നെ 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ADAS ലെവൽ 2 ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. വണ്ടിക്ക് ലെയിൻ വാച്ചിങ് ക്യാമറ അതുപോലെ ഈ മോഡലിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ മോഡലിൽ നമുക്ക് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. സോ വണ്ടിക്ക് ഓൺ ഓഫറായിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ 73,000 വരെ ഓഫേഴ്സ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട് മാനുവൽ മോഡലിന്. ഓട്ടോമാറ്റിക് മോഡലാകുമ്പോൾ 43,000 വരെയാണ് ഓഫർ വരുന്നത്. സോ ഇവർ ഓണമായിട്ട് പ്രമാണിച്ച് വണ്ടിക്ക് 360 ഡിഗ്രി ക്യാമറ ഈ ഓഫറിൽ ഉൾപ്പെടുത്തി ഇവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാവുന്നത് 3 ഇയർ വാറണ്ടി വരുന്ന വണ്ടിക്കാണെങ്കിൽ മാനുവൽ മോഡലാണെങ്കിൽ നമുക്ക് ഓൺ റോഡ് 10.95 lakhs ഓൺ റോഡ് ഇറക്കാൻ പറ്റും വണ്ടി. ഇപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11.95 lakhs ഓട്ടോമാറ്റിക് VX മോഡൽ ഇറക്കാൻ പറ്റും. ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്ത മോഡലാണ് VX മോഡൽ. ഇതിന് ഓട്ടോമാറ്റിക്കിൻ്റെ വേരിയൻ്റാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇത് അണ്ടർ 12 lakhs നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും 11.95 lakhs. സോ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. ബൈ.